രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒറ്റുകാരുടെ പങ്ക് വഹിച്ചവർ ഇന്ന് സമര പൈതൃകത്തിന്റെ പങ്ക് പറ്റാൻ ഇറങ്ങിയിരിക്കുന്നു. ഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു എന്ന് മാത്രമല്ല, ബംഗാളിലെ ഫസുൽ ഹക്കിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു ഹിന്ദു മഹാസഭാ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പത്രത്തിൽ വായിച്ചു മാത്രം അറിഞ്ഞവർ വിഭജനത്തിന്റെ ഓർമ്മകൾ വീണ്ടും കുത്തിവെച്ച് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ് കേരളം. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നു. കേരളത്തിലെ കലാലയങ്ങളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ആഹ്വാനം തള്ളി കേരളത്തിലെ ഭൂരിപക്ഷ കലാലയങ്ങളും ക്യാമ്പസുകളിൽ വിഭജന ദിനാചരണം നടത്താൻ അനുവദിക്കില്ലെന്ന് SFI വ്യക്തമാക്കി. അതേസമയം വിഭജനകാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളുടെ ഓർമ്മനാൾ കൂടിയാണ് വിഭജന ഭീതി ദിനമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തെ സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോളേജുകളും തള്ളി. സംസ്ഥാനത്തെ കോളേജുകളിൽ ദിനാചരണം നടത്തേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയിരുന്നു. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ധനുവച്ചപുരം VTM NSS കോളേജിൽ ക്യാമ്പസിനകത്ത് പരിപാടി നടത്താൻ ABVP അനുമതി തേടിയെങ്കിലും കോളേജ് അധികാരികൾ നൽകിയില്ല. തുടർന്ന് കോളേജിന് പുറത്ത് സെമിനാർ സംഘടിപ്പിച്ച് വിഭജന ഭീതി ദിനാചരണ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശം കൊച്ചിയിലെ ക്യാമ്പസുകൾ പൂർണ്ണമായി തള്ളി. കൊച്ചിയിലെ സർവകലാശാല ക്യാമ്പസുകളിലും കോളേജ് ക്യാമ്പസുകളിലും ദിനാചരണം നടന്നില്ല. മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ കോളേജുകളിൽ ക്ലാസുകളും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളും പതിവ് പോലെ നടന്നു. മനുഷ്യരെ ഭിന്നിപ്പിക്കാനും RSSന്റെ മുഖം രക്ഷിക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ അനുവദിച്ചു കൊടുക്കില്ലെന്ന് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഗവർണറുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ ഒരു മനുഷ്യരെ പിന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ RSSന്റെ മുഖം വളരെ സേഫായി രക്ഷിച്ച് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും കേരളത്തിലെ എൻ്റെ ധാരണയിൽ ഈ എറണാകുളത്ത് തൊട്ടടുത്തുള്ള ക്യാമ്പസുകളിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളോ ദിനാചരണമോ മറ്റോ ഒന്നും നടക്കുന്ന സാഹചര്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികളേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആചരണ പൂർണ്ണമായി ഏതാണ്ട് 90% പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെ സമ്പൂർണ്ണ പരാജയം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അതിനെ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റും. കേരളത്തിൽ ഇത് നടപ്പാവില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ ഗവർണറെ മുൻനിർത്തി കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള RSS ശ്രമമാണ് പൊളിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ചേരുകയാണ്. ഷീജ, കേരളത്തിൻ്റെ ഗവർണറാണ് സർവകലാശാല VC-മാർക്ക് വിഭജന ഭീതി ദിനം എന്നൊരു ദിനം ആചരിക്കാനുള്ളൊരു നിർദ്ദേശം നൽകുന്നത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയത്. അത് എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉത്തരവാദിത്വം സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ കൃത്യമായി നടത്തുന്നുണ്ട്. ഈ ദിനം ആചരിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യർ തമ്മിൽ ആ ഒരു ഭിന്നത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന കാര്യത്തിൽ ഒരു പരിധിവരെ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകൾ ഈ വിഭജനത്തിൻ്റെ രീതിയെ അനുവദിക്കില്ല, അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഏതാണ്ട് 99% ക്യാമ്പസുകളിലും ഇവർക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഷമ്മി, അതായത് ഗവർണറുടെ ആഹ്വാനം അത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോളേജുകളും അത് തള്ളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ളൊരു പ്രതികരണം തന്നെയാണ് നമുക്കിന്ന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചുരുക്കം ഒരു ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 1% മാത്രമാണ്, ചില ക്യാമ്പസുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടായത്. തിരുവനന്തപുരത്തെ കാര്യം പരിശോധിക്കുമ്പോൾ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ മറ്റൊരു ക്യാമ്പസിലും അത്തരത്തിൽ ഒരു പരിപാടിയും നടന്നില്ല. തിരുവനന്തപുരത്ത് ധനുവച്ചപുരം കോളേജിൽ മാത്രം, അതും കോളേജിനകത്ത് അതിന് കോളേജ് അധികാരികൾ അനുമതി നൽകാത്തതിനെ തുടർന്ന് കോളേജിന് പുറത്ത് ABVP ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് സെമിനാർ നടത്തി ആ പരിപാടി അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ക്യാമ്പസിനകത്ത് വെച്ച് നടക്കുന്ന ക്യാമ്പസിനകത്തല്ല പരിപാടി നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ
അവിടെ ഉണ്ടാവുകയും ചെയ്തില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ SFI പ്രഖ്യാപിച്ചിരുന്നു, ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് തടയും എന്നുള്ള കാര്യം SFI പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ അത്തരത്തിലുള്ളൊരു ഈ ഗവർണറുടെ ആഹ്വാനം അത് VC എല്ലാ ക്യാമ്പസുകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാ ക്യാമ്പസുകളും അത് പാടെ തള്ളുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ കേരള VCയുടെ നിർദ്ദേശം അത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലും നടത്തണം എന്ന് പറയുമ്പോൾ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയും ഇതിനെതിരെയുള്ള ഈ ഒരു തീരുമാനം നടപ്പാക്കരുത് എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഈ പരിപാടി ക്യാമ്പസുകളിൽ നടത്തരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ക്യാമ്പസിലും ഇത്തരത്തിൽ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം മന്ത്രി തന്നെ നേരിട്ട് ക്യാമ്പസുകൾക്ക് കോളേജ് സർവകലാശാല ഡീൻമാർക്ക് നൽകുന്ന ഒരു സാഹചര്യവും ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. ഏതായാലും ഭൂരിപക്ഷം ക്യാമ്പസുകളും ഈ ഒരു നിർദ്ദേശത്തെ തള്ളുന്നത് തന്നെയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായ രീതിയിൽ 2024 ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാനത്തെ ക്യാമ്പസുകൾ പാടെ ഇതിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണ പക്ഷേ അതിനെ കൂടുതൽ ക്യാമ്പസുകളിലേക്ക് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നതിന് പുറമെ അവിടെ നടത്തണം എന്ന രീതിയിൽ നിഷ്കർഷിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങിയത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. അതിപ്പോൾ സർവകലാശാലകളുടെ സിൻഡിക്കേറ്റുകളാകട്ടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായ SFI ആകട്ടെ കർശനമായ നിലപാടുമായി അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് കേരള സർവകലാശാലയൊക്കെ നിലപാട് മയപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഒപ്പം തന്നെ ഗവർണറും ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തുന്നതിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നു എന്നുള്ള കാര്യം സംസ്ഥാനത്ത് ആ രീതിയിലുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഇത് നിർബന്ധമല്ല എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനമൊക്കെ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അത് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ഏതായാലും സംസ്ഥാനത്തെ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികളടക്കം അതിനെതിരെയുള്ളൊരു സന്ദേശം തന്നെയാണ് ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും ഷീജ, കേരളത്തിൻ്റെ കലാലയ ക്യാമ്പസുകളിൽ വിഭജനം നടത്താനുള്ള സംഘപരിവാറിൻ്റെ നീക്കം അനുവദിക്കില്ലെന്ന് SFI വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിരലിലെണ്ണാവുന്ന ക്യാമ്പസുകളിൽ മാത്രമാണ് അവർക്ക് ഈ ഒരു പരിപാടി പേരിനെങ്കിലും നടത്താൻ കഴിഞ്ഞത്. നന്ദി ഷീജ. ഇപ്പോൾ നാസർ കൊളായി ചേരുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ RSSൻ്റെ പങ്ക് എന്താണ് എന്നുള്ളത് ചരിത്രപരമായി നമ്മളെല്ലാവരും നിരവധി തവണ വായിച്ച് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവരിങ്ങനെ ചില ഗിമ്മിക്കുകളിലൂടെ ഇടയ്ക്കൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഈ ആലോചിക്കുന്ന ഒരു കാര്യം, RSSന് അന്ന് എന്തൊക്കെയോ പങ്ക് ഉണ്ടായിരുന്നു ഈ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ആ വിഭജനത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവരെ നൊമ്പരപ്പെടുത്തുന്നു എന്നൊക്കെ ചിന്തിക്കാൻ പുതിയ തലമുറയ്ക്ക് ഒരു 20 വയസ്സോ 25 വയസ്സോ ഉള്ള തലമുറയെ പ്രേരിപ്പിക്കുക. അങ്ങനെ പല ഘടകങ്ങളിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാമ്പസുകളിൽ ഈ വിഭജന ഭീതി ദിനം ആചരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നതിലൂടെ? ഇത് ഇപ്പൊ പറഞ്ഞതുപോലെ അവരുടെ കൃത്യമായ ഉദ്ദേശം പൂർവകാല ചരിത്രങ്ങൾ വല്ലാതെ പഠിച്ചിട്ടില്ലാത്ത പുതിയ തലമുറ, ആ പുതിയ തലമുറയുടെ ഇടയിലേക്ക് ഒരു പുതിയ സന്ദേശം കൊടുക്കുക. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനല്ല പ്രാമുഖ്യം, മറിച്ച് ഇന്ത്യ വിഭജിക്കപ്പെട്ടതിനാണ്. ഇപ്പോ ഗുജറാത്തിലടക്കം നമ്മൾ സർവകലാശാലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്നത് ഗാന്ധി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ഉയർത്താൻ പോലും ഇവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചരിത്രത്തെ തീർത്തും വളച്ചൊടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. ഇപ്പോ കൈരളി ചാനൽ ഈ വാർത്ത ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. 99% ക്യാമ്പസുകളിലും ഇവരുടെ ഈ വിഭജന ഭീതി സ്മരണ ഇപ്പോ ഗവർണർ ആഹ്വാനം ചെയ്ത് വൈസ് ചാൻസലർമാർക്ക് നിർദ്ദേശം നൽകി അതിനെതിരെയുള്ള സമരങ്ങളൊക്കെ നടന്നു. വലിയ പ്രക്ഷോഭം നടന്നു, ഗവർണർക്ക് പിൻവാങ്ങേണ്ടി വന്നു, വൈസ് ചാൻസലർമാർക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളത് 99% കോളേജുകളിലും ഇത് നടന്നിട്ടില്ല. അപൂർവമായ ചില സ്ഥലങ്ങളിൽ ABPക്കാര് ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോ അത് SFI പ്രതിരോധിച്ചു, പരാജയപ്പെട്ടു. പക്ഷെ അവിടെയും ഭീതിജനകമായ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഒരു പച്ചക്കള്ളം ഒരു സദസ്സിനോട് പറയുമ്പോൾ ആ സദസ്സിലുള്ള 95% ആളുകളും അത് വിശ്വസിക്കാതിരിക്കുക, 5% ആളുകൾ വിശ്വസിക്കുക. കള്ളം പറഞ്ഞ ആൾക്ക് അത്രേ ഉദ്ദേശമുള്ളൂ. എന്നാൽ ഒരാൾ സത്യം പറഞ്ഞു 99% ആളുകളും അത് വിശ്വസിച്ചു, 1% ആൾ വിശ്വസിക്കാതിരുന്നാൽ യഥാർത്ഥമായ സത്യം പറഞ്ഞവന് അത് വിഷമുണ്ടാക്കും.
അതുകൊണ്ട് RSS ഉദ്ദേശിക്കുന്നത്, BJP ഉദ്ദേശിക്കുന്നത്, ഗവർണർ ഉദ്ദേശിക്കുന്നത് ഇപ്പോ 1% 1% നടന്നു. കഴിഞ്ഞ വർഷം ഇതിന് ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം നടന്നിട്ടില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അറിയാതെ പോലും പങ്കെടുത്തു പോയിട്ടില്ല ഒരു RSSകാരുമെന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് RSSന്റെയും BJPയുടെയും ഒക്കെ ആളുകൾ ഇത് ലക്ഷ്യം വെക്കുന്നത്, RSSന്റെ വക്താവാണ് ഗവർണർ നരേന്ദ്രമോദി, കേന്ദ്ര ഭരണം ഒക്കെ. അവര് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടണം. ജനങ്ങൾക്ക് പട്ടിണിയുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, വീടില്ലായ്കയുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജനങ്ങൾ ചിന്തിക്കാൻ പാടില്ല. മറിച്ച് അവരെ വിഭജിക്കണം, എന്നിട്ട് ജാതി കൊണ്ട് മതം കൊണ്ട് വേർതിരിച്ച് ഭരിക്കണം. ഇത് സത്യം പറഞ്ഞാൽ RSSന്റെ കണ്ടുപിടുത്തൊന്നും അല്ലത്. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രയോഗിച്ചിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർ നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത്, കച്ചവടത്തിന് വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ കച്ചവടത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ രാജ്യത്തെ കച്ചവടത്തിന് വന്ന ഒരുപാട് പേരുണ്ട്. അറബികളുണ്ട്, ചൈനക്കാരുണ്ട്. അവരൊക്കെ കൊണ്ടുവന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, സാംസ്കാരിക പാരമ്പര്യമുണ്ട്, വൈവാഹിക ബന്ധങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഈ നമ്മുടെ നാട്ടിൽ അമൂല്യമായി, പ്രത്യേകിച്ചും കേരളത്തിൽ ഇഞ്ചി, കുരുമുളക്, തേക്ക്, വീട്ടി ഇതൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറബികളും ചൈനക്കാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടം ചെയ്തു പോയി. ഇത് കണ്ടുകൊണ്ടാണ് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും നമ്മുടെ നാട്ടിൽ വരുന്നത്. ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങളും പഠിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കച്ചവട കമ്പനിയാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ആ കച്ചവട കമ്പനിക്കാർ ഇന്ത്യയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്. ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്ക് ആയുധം കൊടുത്ത് പരസ്പരം തമ്മിലടിപ്പിച്ച് പിന്നെ ക്രമേണ യുദ്ധത്തിൽ ഇവർ പങ്കെടുത്ത് ആ യുദ്ധത്തിൽ കേരളത്തിലെ ഓരോ നാട്ടുരാജാക്കന്മാരെയും തോൽപ്പിച്ച് കേരളം പിടിച്ചടക്കി തമിഴ്നാട് മൈസൂരിലേക്ക് കടന്ന് ടിപ്പുവിനെ തോൽപ്പിച്ച്, ഹൈദരലിയെ തോൽപ്പിച്ച്, ഇവിടെ കേരളത്തിൽ മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ച്, സാമൂതിരിയെ തോൽപ്പിച്ച്, പഴശ്ശിയെ തോൽപ്പിച്ച്, അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമിയിലേക്ക് കടന്ന് ഛത്രപതി ശിവജിയെ തോൽപ്പിച്ച്, ഝാൻസി റാണിയെ തോൽപ്പിച്ച്, റാണി ചന്ദ്രഭായിയെ തോൽപ്പിച്ച്, മുഗൾ ചക്രവർത്തിമാരെ തോൽപ്പിച്ച്, അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയത്. ആ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നിരവധി പോരാട്ടങ്ങൾ രാജാക്കന്മാരുടെ നേതൃത്വത്തിലൊക്കെ നടന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. അപ്പൊ നമ്മൾ 1940 ആഗസ്റ്റ് 5 സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1857 ബ്രിട്ടീഷുകാർ സിപായി ലേള എന്ന് വിളിച്ചിട്ടുള്ള സമരമാണ്. താന്തിയ തോപ്പി അടക്കം, റാണി ചന്ദ്രബായി അടക്കം, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ അടക്കം, ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ അസംതൃപ്തരായിരുന്ന ശിപായിമാരടക്കം പങ്കെടുത്തിട്ടുള്ള ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെട്ടു. ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്കാരുടെ കൈകളിൽ വന്നു. അവസാനത്തെ മുഗൾ ചക്രവർത്തിയെ, ഇന്ത്യക്കാർ ഒരുമിച്ച് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരം ഏൽപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി, ഇന്ത്യയിലെ ജനങ്ങൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്കെതിരെ യുദ്ധം ചെയ്താൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് ഇന്ത്യക്കാരനെ പരാജയപ്പെടുത്താൻ എന്തുണ്ട് മാർഗം? ബ്രിട്ടീഷുകാർ ഇങ്ങനെ ആലോചിച്ചു. ലോകം അടക്കി വായുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾ, സർവായുധ വിഭൂഷിതം, അവരാലോചിച്ചു ഇന്ത്യക്കാരനെ പരാജയപ്പെടുത്താൻ എന്തായുധം പ്രയോഗിക്കണം. അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഒരാശയം ആയുധമായി കടന്നു വന്നു. നയാ പൈസയുടെ മുടക്കില്ല. വൈക്കോൽ കൂനയിലേക്ക് തീപ്പെട്ടി കൊള്ളി ഒരതിയിടുന്നത് പോലെ ഒരതി ഇട്ട് കൊടുത്താൽ മതി, സ്വയം ആളിക്കത്തി നശിക്കും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക, ഡിവൈഡ് ദെൻ റൂൾ. ഇന്ത്യയിൽ വളരെ എളുപ്പം. കാരണം ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട്, ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. പതിറ്റാണ്ടുകൾ ബ്രിട്ടീഷുകാരൻ ഈ വിഭജിച്ച് ഭരിക്കുക എന്ന തത്വശാസ്ത്രത്തിൽ ഇന്ത്യയെ ഭരിച്ചു. അവസാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ സമരം, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ നടന്ന സായുധ സമരം, ഭഗത് സിംഗിനെ പോലെയുള്ളവരുടെ ഒറ്റപ്പെട്ടവരുടെ ധീരമായ പോരാട്ടം, അതിന്റെ ഒക്കെ പരിണിത ഫലമായിട്ടാണ് 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ത്യ പാക് വിഭജനം. ആ വിഭജനത്തിൽ ആരൊക്കെയാ പങ്കെടുത്തിട്ടുള്ളത്? ഇപ്പോ RSSകാര് ഈ വിഭജനത്തിന്റെ ഓർമ്മ ദിനങ്ങൾ പങ്കുവെക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. വിഭജനത്തിന്റെ പ്രമേയം സത്യത്തില് ഇന്ത്യയിൽ പാസ്സാക്കിയത് 1941 മുസ്ലിം ലീഗാണ്, ജിന്നയുടെ മുസ്ലിം ലീഗാണ്. പക്ഷെ ജിന്നയുടെ മുസ്ലിം ലീഗ് ഈ വിഭജന ദ്വിരാഷ്ട്രവാദം പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ 1923 സവർക്കർ ആരാണ് ഹിന്ദു അഥവാ ഹിന്ദുത്വ എന്ന പുസ്തകത്തില് വളരെ കൃത്യമായി സവർക്കർ പറയുന്നുണ്ട്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക രാഷ്ട്രം വേണം. ഗോൾവാൾക്കറുടെ മറ്റൊരു പുസ്തകമുണ്ട്, നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. അതിലും കൃത്യമായി അദ്ദേഹം പറയുന്നു, ഇന്ത്യ ഏകാത്മകമായ ഏകജാതീയ രാഷ്ട്രമല്ല. ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രവും ഒരു മുസ്ലിം രാഷ്ട്രവും ഉണ്ട്. അപ്പം സംഗതി വളരെ കൃത്യമാണ്. ഈ ദ്വിരാഷ്ട്രവാദത്തിന് പിന്നിൽ
ജിന്നയുടെ മുസ്ലിം ലീഗ് ഉണ്ട്, ഹിന്ദു മഹാസഭയുണ്ട്. പക്ഷെ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാല് ഈ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങള് അവര് ഭരിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചാബ്, സിന്ധ്, പിന്നെ ബംഗാള് തുടങ്ങിയ സ്ഥലങ്ങളിൽ. ബംഗാളില് ഫസലുൽ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ ഫസലുൽ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രിയായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി, ആ ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസിൽ അംഗമായിരുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടാക്കിയ സംഘടനയാണ് ജനസംഘം. ആ ജനസംഘമാണ് പിന്നീട് ഇന്ന് നാം കാണുന്ന BJP ആയി വന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ് വിഭജന പ്രമേയം പാസാക്കിയതിനു ശേഷവും മുസ്ലിം ലീഗിന്റെ കൂടെയുള്ള മന്ത്രിസഭയിൽ ധനമന്ത്രിയായി ശ്യാമപ്രസാദ് മുഖർജി ഉണ്ട്. അപ്പൊ ഈ വിഭജനത്തിന്റെ പിന്നിൽ രണ്ട് മതരാഷ്ട്രവാദികളാണുള്ളത്. ഒന്ന് ജിന്നയുടെ മുസ്ലിം ലീഗ്, അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമി. RSS ഹിന്ദു രാജ്യം ആവശ്യപ്പെടുമ്പോ ജമാഅത്തെ ഇസ്ലാമി, ഹുക്കൂമത്തെ ഇലായി മതരാഷ്ട്രവാദികളാണ്. മൗദൂദി വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ മൗദൂദി പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഹിന്ദുക്കൾക്ക് ആധിപത്യമുള്ള ഒരു രാജ്യമേ വരൂ. എന്നാൽ RSS പറഞ്ഞത് എന്താണ്? സവർക്കറും ഗോൾവാൾക്കറും പറഞ്ഞു വിഭജനങ്ങളോട്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷുകാരനെതിരെ പൊരുതി നശിപ്പിക്കേണ്ടതില്ല. എന്താ കാരണം? അവർ കണ്ടെത്തിയ കാരണം ഇതാണ്: ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതണ്ട. പകരം അവർ പറഞ്ഞു നിങ്ങളുടെ ഊർജം ചെലവഴിക്കേണ്ടത് രാജ്യത്തിന്റെ ശത്രുക്കളായ വൈദേശിക ശക്തികളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരാണ്. അതിൽ രസകരമായ ഒരു കാര്യം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട്, ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്ന RSSന് സ്വാഭാവികമായി ഇതര മതസ്ഥര് ശത്രുക്കളായിരിക്കും. അതുകൊണ്ടാണ് മുസ്ലിം ഒന്നാം ശത്രുവും ക്രിസ്ത്യൻ രണ്ടാം ശത്രുവായിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ എന്തുകൊണ്ടാണ് മൂന്നാം ശത്രുവായത്? അത് ഇപ്പൊ ഈ കേരളത്തിലുള്ള മുസ്ലിം മത തീവ്രവാദികളും ക്രൈസ്തവ തീവ്രവാദികളും എല്ലാം ആലോചിക്കുന്നത് നന്നായിരിക്കും. വർത്തമാനകാല അനുഭവവർക്കൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായും നാസർ കൊളായി, സിന്ധിലെ ഭരണത്തിൽ കോൺഗ്രസ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് കോൺഗ്രസ് ഇന്ത്യയോട് ആലോചിക്കാതെ അതിൽ പങ്കെടുത്ത ബ്രിട്ടന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെക്കുന്ന സമയത്ത് ആ പോസ്റ്റുകളിലേക്ക് ഇടിച്ചു കയറി വരുന്നത് ഈ പറയുന്ന ഹിന്ദു മഹാസഭയും ജനസംഘമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് അധികാരം മാത്രമാണ്. അത് ബംഗാളിലും സിന്ധിലും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട മറ്റ് കക്ഷികൾ ഭരിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ ഇടിച്ച് കയറി വരുന്നത്. അതാണ് അധികാരത്തോടുള്ള എക്കാലത്തുമുള്ള അവരുടെ സമീപനം. എപ്പോഴും ബ്രിട്ടീഷ് വിധേയത്വം പുലർത്തിയിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞ അവരിപ്പോൾ പുതിയ ചരിത്രം എഴുതി ചേർക്കാൻ ശ്രമിക്കുകയാണ്. പുതിയ തലമുറയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ ജാഗ്രതയോടുകൂടി തന്നെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വിഭജന ഭീതി ദിനം ആചരിച്ച സംഭവത്തിൽ ABVPക്ക് നോട്ടീസ്. ABVP യൂണിറ്റിന് കോളേജ് അധികൃതർ നോട്ടീസ് നൽകി. സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഷമി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അനുമതിയില്ലാതെ ABVP പ്രവർത്തകർ 15ഓളം വരുന്ന ABVP പ്രവർത്തകർ വിഭജന ഭീതി ദിനം ആചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 10 മിനിറ്റ് നീണ്ടുനിന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോളേജ് അധികൃതർ ABVP പ്രവർത്തകർക്ക് ABVPയുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കണം, ഈ പ്രതിഷേധം ഏത് സാഹചര്യത്തിലാണ് നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ആ നോട്ടീസിന് ഇപ്പോൾ ABVP മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആ മറുപടി തൃപ്തികരമല്ല എന്നാണ് കോളേജ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഈ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധങ്ങൾ കോളേജിൽ സംഘടിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവിൻ്റെ പരസ്യമായ ലംഘനമാണ് ഉണ്ടായത്. എന്നാൽ ഇങ്ങനെ ഒരു ഉത്തരവിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ABVP പ്രവർത്തകർ നൽകിയ മറുപടിയിലുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരം പരിപാടികൾ കോളേജിൽ സംഘടിപ്പിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളില്ല എന്ന തരത്തിലുള്ളൊരു വിശദീകരണവും അവർ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കോളേജിൽ ഏതെങ്കിലും തരത്തിൽ അധ്യാപകരിൽ നിന്നോ പ്രിൻസിപ്പലിൽ നിന്നോ ഇങ്ങനെയൊരു അറിയിപ്പ്, അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നില്ല എന്ന ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ABVP കോളേജിനകത്ത് മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് SFIയുടെ നേതൃത്വത്തിൽ ഉയർത്തിയത്. SFIയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാലേഖനം ചെയ്ത കൊടിയും ഏന്തിക്കൊണ്ട് SFI പ്രവർത്തകർ ക്യാമ്പസിലുടനീളം പ്രകടനം നടത്തി. വിഭജനത്തിനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത്
ഭാഗത്ത് നിന്ന് ഉയർന്നു വരുമെന്ന പ്രഖ്യാപനമാണ് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഭരണഘടനയുടെ ആമുഖം വിദ്യാർത്ഥികൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അതോടൊപ്പം തന്നെ കോളേജിൻ്റെ ബോർഡിൽ വിഭജന ഭീതി ദിനവുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ അനധികൃതമായി ABVP പ്രവർത്തകർ പതിച്ചിരുന്നു. അത് SFI പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റി. ഈ സമയത്ത് ചെറിയൊരു സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കോലം വിദ്യാർത്ഥികൾ കോളേജ് മുറ്റത്ത് വെച്ച് കത്തിച്ചു. ശക്തമായ പ്രതിഷേധമാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ആഹ്വാനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ കേരളത്തിലാകെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ SFI വലിയ ശക്തമായ വിദ്യാർത്ഥി പ്രതിരോധമാണ് ഉയർത്തിയത്. അതോടൊപ്പം തന്നെ വളരെ സർഗാത്മകമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവും SFI പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. ഇന്ന് കോളേജ് ക്യാമ്പസിനകത്ത് 2024-25 വർഷത്തെ കോളേജ് മാഗസിൻ്റെ ഒരു പ്രകാശനം തീരുമാനിച്ചിരുന്നു. ഈ പ്രകാശനം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് കോളേജിൻ്റെ മുറ്റത്ത് വെച്ച് കുരുതി എന്ന മാഗസിൻ്റെ പ്രകാശനം നടത്തി. ആ വിഭജന ഭീതി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഭജിക്കാനുള്ള നീക്കത്തിനെതിരായ ശക്തമായ പ്രതിഷേധം എന്ന നിലയിലാണ് കോളേജ് അങ്കണത്തിൽ വെച്ച് വിദ്യാർത്ഥികളെയെല്ലാം തന്നെ സാക്ഷിയാക്കി ഈ കുരുതി മാഗസിൻ പ്രകാശനം ചെയ്തത്. യുവ സാഹിത്യകാരൻ VM മൃദുലാണ് ഇത് പ്രകാശനം ചെയ്തത്. അതോടൊപ്പം തന്നെ സെനറ്റ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു. വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇങ്ങനെ കാസർഗോഡ് ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജിലും ഒപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ ക്യാമ്പസുകളിലും അതിശക്തമായി തന്നെ SFI പ്രതിഷേധമുയർത്തി. അതുകൊണ്ട് തന്നെ വളരെ അപൂർവം ചില ക്യാമ്പസുകളിൽ മാത്രമാണ് വിഭജന ഭീതി ദിനാചരണം നടത്താൻ ABVPക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെ വൈസ് ചാൻസലർമാരുടെ നിർദ്ദേശം ഒരിടത്തും നടപ്പിലായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ നാസർ കൊളായി തുടരുകയാണ്. താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഗവർണർ ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകിയതിന് ശേഷം KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളെക്കുറിച്ച് നമ്മൾ തൽക്കാലം ശ്രദ്ധിക്കേണ്ടതില്ല. ഇവർ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു നേരിയ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശ്രീ നാസർ? താങ്കൾ പറയുന്നത് അപൂർവമായിട്ട് എനിക്ക് ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്കിലും താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സമരരംഗത്ത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കാണുന്നില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാസർഗോഡ് കോളേജിലെ സംഭവത്തെക്കുറിച്ച് ശബ്ദത്തിൽ ഞാൻ കേട്ടില്ലെങ്കിലും ദൃശ്യത്തിൽ ഞാൻ കാണുകയുണ്ടായി. അവിടെ ആ ABVPക്കാരെ പ്രതിരോധിക്കാൻ SFIയുടെ ചെറുപ്പക്കാര് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രശ്നം മാത്രമല്ല. ഇന്നലെ ഇപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കം VCക്കെതിരെ ആരാണ് ഈ VC? കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതാവാണ് ഈ VC. അദ്ദേഹം ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടക്കം യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരാ അതിനെ എതിർക്കുന്നത്? സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അംഗങ്ങൾ മാത്രമാണ് VC എതിർക്കുന്നത്. അതേ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾ എതിർക്കുന്നില്ല, കോൺഗ്രസിന്റെ അംഗങ്ങൾ എതിർക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗവർണർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ അതിനെതിരെ ഇടതുപക്ഷം പോരാടുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ മൗനം പാലിക്കുകയാണ്. ആ മൗനത്തിലൂടെ അവർ RSSന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ എന്റെ മുമ്പിലെ TV-യിലെ സ്ക്രീനിൽ കാണുന്നത് SFIയുടെ കുട്ടികൾ ABVPയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ KSUക്കാരന് ഈ രംഗത്തുണ്ടോ? KSUക്കാര് ഈ വിവരം തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു പ്രതിഷേധം 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ചെങ്കോട്ടയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പതാക ഉയർത്തുമ്പോ 10,000-കണക്കിന് ആൾക്കൂട്ടം അവിടെ ഉണ്ട്. അവര് തെരഞ്ഞത് ആ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യനെ കാണുന്നില്ല. ആരാണ് അയാൾ? മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം കൽക്കട്ടയുടെ തെരുവീതികളിലാണ്. അവിടെ നിന്ന് ആ വിഭജനത്തിന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം മടങ്ങി വന്ന് ഡൽഹിയിലെത്തിയപ്പോ ആ പ്രാർത്ഥനാ മന്ദിരത്തിന്റെ മുറ്റത്ത് വെച്ച് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന RSS എന്ന് പറയുന്നു. അവര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ അവർ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കുന്നുണ്ടോ? ജനഗണമനയെ അംഗീകരിക്കുന്നുണ്ടോ? ജനഗണമനയെ കുറിച്ച് ശശികല ടീച്ചറൊക്കെ പ്രസംഗിക്കുന്ന എന്താണ്? അത് ബ്രിട്ടീഷ് രാജാവിനെ പുകഴ്ത്തുന്നതിന് വേണ്ടിയാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ളത് എന്നാ പറഞ്ഞത്. അതിനവർ പറഞ്ഞ കാരണമാണ് രസകരം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ജനഗണങ്ങളുടെ മനസ്സിലുള്ള അധിനായകൻ ജയിക്കട്ടെ.
അതിനായകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, ഭാരതാംബ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ജനഗണമന ദേശീയ ഗാനമല്ല പറഞ്ഞേ. ഇവരുടെ ഭാരതാംബയുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ ദേശീയ പതാകയാണോ? ഇവരുടെ ഭാരതാംബയുടെ കയ്യിലുള്ളത് ഇന്ത്യയുടെ ദേശീയ പതാകയല്ലോ. ഗവർണറുടെ വീട്ടിൽ വെച്ച് സൽക്കരിക്കുമ്പോ ഒരു പ്രത്യേക രൂപത്തിലുള്ള വേഷം ധരിച്ച ഒരു സ്ത്രീ അവര് RSSന്റെ കൊടി പിടിച്ചു നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്, ഈ ചടങ്ങിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, പുറത്തേക്ക് പോരുക. എന്നാൽ ഇതിനെ അനുകൂലിച്ചിട്ടാണോ ഇവിടുത്തെ കോൺഗ്രസ് VD സതീശൻ അടക്കം രംഗത്ത് വന്നിട്ടുള്ളത്? മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത്? അവർ RSSന്റെ കൂടെ മൗനമാചരിച്ച് നിൽക്കുകയാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം 1947 ആഗസ്റ്റ് 15-നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന അഭിപ്രായക്കാരാണ് അവര്. മറിച്ച് 2014 BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞത്. മാത്രമല്ല RSSന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞ എന്താണ്, രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടന്ന 2024 ജനുവരി 22-നാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് കൂടി ചേരുകയാണ്. ശിവപ്രസാദ്, ഈ ഒരു ദിനം, വിഭജന ഭീതി ദിനം ആചരിക്കുക എന്ന് പറയുന്ന RSSന്റെ ഒരു ലക്ഷ്യം ഒരു 25 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരിലേക്ക് തങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു പ്രതീതി സൃഷ്ടിക്കുക. സ്വാഭാവികമായിട്ടും ഈ വിഭജനത്തിൻ്റെ വലിയ വേദന, അതിൻ്റെ നഷ്ടങ്ങളൊക്കെ ഇത്രയും ബോധേടാവുന്ന ഒരു സംഘടനയ്ക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പങ്ക് കാണുമല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ഒരു 5% വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകൾ അത് അനുവദിക്കില്ല, ആ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ശിവപ്രസാദ്, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ബോധ്യപ്പെടേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യം, വിഭജന ഭീതി ദിവസം എന്ന ദിനാചരണത്തിലൂടെ RSS ലക്ഷ്യമിടുന്നത് 1947 ഇന്ത്യൻ വിഭജനമല്ല എന്ന കൃത്യമായ ബോധ്യം ഇത് കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതായിരുന്നു അവരുടെ ബോധ്യമെങ്കിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാൻ അവകാശമില്ലാത്തവരാണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പൊ അതല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ അന്നുണ്ടായ സംഭവവികാസങ്ങളെ സംബന്ധിച്ചൊരു പുകമുറ ഇന്ന് സൃഷ്ടിക്കുന്നത് വഴി അവർ ലക്ഷ്യമിടുന്നത് ഒരു വർഗീയമായ ധ്രുവീകരണം ഇന്ന് ഇന്ത്യക്കകത്തുണ്ടാക്കുക എന്നതാണ്. നമ്മൾ കൃത്യമായി ഇന്ത്യക്കകത്ത് സമകാലീന സംഭവവികാസങ്ങളെ ചർച്ച ചെയ്യുന്നവരാണ്. ഈ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്ന പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ ഒരു പുകമറ, ആ പശ്ചാത്തലത്തിന്റെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോ ഈ RSS സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചരണങ്ങളെ കൂടി കാണേണ്ടത്. വിഭജന ഭീതി ദിവസം യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ചർച്ച ചെയ്താൽ അതിൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം RSS ആണ്. അതിനെപ്പറ്റി അവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ? RSSന് താല്പര്യം ഉണ്ടാവുമോ? താല്പര്യം ഉണ്ടാവണ്ടേ RSSന്? യഥാർത്ഥത്തിൽ വിഭജനത്തിന്റെ ഭീതിയെപ്പറ്റി നാം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ വിഭജനം ഉണ്ടായി എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. എങ്ങനെ വിഭജനം ഉണ്ടായി എന്ന ചോദ്യത്തെ സംബന്ധിച്ച് തുറന്നൊരു ചർച്ചയ്ക്ക് ഇന്ത്യയിൽ RSSന് ധൈര്യമുണ്ടോ? ഇന്ത്യയുടെ വിഭജനം എങ്ങനെ സംഭവ്യമായി? ആരാണ് ഇന്ത്യയിലെ വിഭജനത്തിന് കോപ്പ് കൂട്ടിയത്? മുസ്ലിം ലീഗ്, അന്നുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ജിന്നയുടെ നേതൃത്വത്തിൽ വിഭജനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ആ മുദ്രാവാക്യത്തിന് വെള്ളവും വളവും കൊടുത്തതാണ്. ചർച്ച ചെയ്യാൻ RSSന് ധൈര്യമുണ്ടോ? ചരിത്ര വസ്തുതകൾ, ചരിത്ര രേഖകൾ, അന്ന് നടത്തിയ പ്രസ്താവനകൾ, നേതാക്കന്മാരുടെ വാക്കുകൾ എല്ലാം കോയിൻ ചെയ്ത് ചർച്ചയ്ക്ക് RSS ധൈര്യമുണ്ടോ? ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഇതല്ലല്ലോ RSS ചർച്ച ചെയ്തത്. അന്നുണ്ടായ ഭീകരമായ വയലൻസ്, അത് ഉണ്ടായതാണ്. ആ ഭീകരമായ വയലൻസിന് കാരണക്കാരാണ്. RSSന് അതിലൊരു പങ്കില്ലേ? ആ പങ്കിനെ മറച്ചു വെക്കാൻ ഇവർക്കാവുമോ? അപ്പൊ അതല്ല അവരുദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് ഒരു പുകമറ സൃഷ്ടിക്കുക. നിലവിൽ ഈ രാജ്യത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ, ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്ക് ഒരു ഉപാധിയായി ഈ വിഭജന ഭീതി ദിവസം ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾ ആരാണ്? RSS ബോധ്യപ്പെടണ്ടേ? ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ മുസ്ലിം രാഷ്ട്രമല്ല വേണ്ടത്. ഈ ഇന്ത്യയിലെ മതേതര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യ മഹാരാജ് നിലകൊണ്ടതാണ്. അവരുടെ മുന്നിലാണ് വിഭജന ദിവസത്തിനെ പറ്റി RSS വർത്തമാനം പറയുന്നത്. ആ വർത്തമാനം പറയുന്നതിന്റെ ഉദ്ദേശം വേറെയല്ലേ? RSSന് 1947 ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മോഹഭംഗത്തിന്റെ വിഷമമാണ് ഇന്നും RSS കരഞ്ഞു നിൽക്കുന്നത്. 47 പാകിസ്ഥാൻ ഉണ്ടാവുമ്പോൾ ഇപ്പുറത്ത് RSS നേതാക്കന്മാർ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാർ
മഹാസഭയുടെ നേതാക്കന്മാരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാവുമെന്ന. ആ ഹിന്ദുരാഷ്ട്രം ഉണ്ടാവാത്തില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് RSS അതിതീവ്രമായ വർഗീയ നിലപാട് ഇന്ത്യയിൽ സ്വീകരിച്ചതും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങി നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അവിടെ ആരംഭിച്ചാണ് RSSന്റെ പ്രശ്നം. ആ പ്രശ്നം ഇന്ന് ഇന്ത്യ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം അവരുടെ അന്ന് സാക്ഷാത്കരിക്കാതെ പോയ ലക്ഷ്യത്തിലേക്കുള്ള നടന്നുകയറ്റങ്ങളാണ്. ആ നടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കലാണ് ഇന്നത്തെ ഇന്ത്യയുടെ പണി. അതാണ് ഇന്ന് ക്യാമ്പസിൽ SFI ചെയ്യുന്നത്. ആ പ്രതിരോധമാണ് നടത്തുന്നത്. ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കുക, എങ്ങനെയാണോ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് അതേ നിലയിലൊരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്താൻ അന്ന് ആരംഭിച്ച RSSന്റെ പദ്ധതി ബഹുമുഖങ്ങളായി ഇന്ന് ഇന്ത്യയിൽ മുന്നേറാനുള്ള ശ്രമം അവർ നടത്തുമ്പോൾ അതിനെതിരായ പ്രതിരോധമാണ് ക്യാമ്പസുകൾ SFI നടത്തുന്നത്. ചരിത്ര വസ്തുതകളുള്ള നിഷേധമാണ് RSSന്റെ നിലപാടെങ്കിൽ യഥാർത്ഥ ചരിത്രത്തെ ഉയർത്തിയാണ്. നമ്മൾ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നോക്ക്, വിദ്യാർത്ഥികൾ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ ഭരണഘടന. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. ഇതിലും വലിയ കർണത്ത് അടി ഏൽക്കാൻ RSSന് എവിടെ നിന്ന് കിട്ടാറുണ്ടോ? RSSന് ഏൽക്കുന്ന ചരിത്രപരമായ കർണത്തേൽക്കുന്ന അടിയാണ് ഇന്ന് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധം. അവരുടെ മുന്നിലേക്ക് വിഭജന വീട് ദിവസവുമായി RSSകാരൻ ചെന്നാൽ അവർ നേരെ ചോദിക്കാൻ പോകുന്ന ചോദ്യം RSS നിനക്കെന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ പങ്കെന്നാണ്. ഈ ചോദ്യം കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊണ്ട് ചോദിപ്പിക്കാനാണ് ഉള്ള പരിസ്ഥിതിയാണ് അവരിന്ന് ഒരുക്കിയിരിക്കുന്നത്. ആർലേക്കറും വിചാരിച്ചിരുന്നത് ഗോവയിലെ പോലെ അല്ല മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ RSS ഏത് രാഷ്ട്രീയ പ്രസംഗം നടത്തിയാലും ആ രാഷ്ട്രീയ പ്രസംഗത്തോട് പ്രതികരിക്കാതെ നിഷ്ക്രിയരായിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളെന്നാണ് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കുറെ കാലങ്ങളായുള്ള ഇടപെടലിലൂടെ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷെ ഇങ്ങനെ ബോധ്യപ്പെടാതെ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർണത്തേൽക്കുന്ന അടിയായി വിദ്യാർത്ഥികളുടെ പ്രതികരണം ഓരോന്നോരോന്നും മാറിക്കൊണ്ടിരിക്കും. അതിലൊന്നും ആർക്കും സംശയം കൊണ്ടതില്ല. ആ പ്രതിരോധം കേരളത്തിലെ ക്യാമ്പസുകൾ SFI സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രമാണ്. ആ ചരിത്രത്തെ വസ്തുതാപരമായി ഡിഫെൻഡ് ചെയ്യാൻ RSSന് ആയുധമുണ്ടെങ്കിൽ അതിന് തയ്യാറായി RSS. ചരിത്രത്തെ വക്രീകരിച്ച പാരമ്പര്യമാണല്ലോ എല്ലാ കാലത്തും RSSനുള്ളത്. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ അവർ സ്വന്തമാക്കി, സ്വാമി വിവേകാനന്ദനെ അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചു, ഡോക്ടർ BR അംബേദ്കറെ അവർ സ്വന്തമായി കൊണ്ടുപോകാൻ, ഈ എന്തിന് ശ്രീനാരായണ ഗുരുവിനെ പോലും സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുക. അവർ സ്വന്തമായി ഒന്നുമില്ലാത്തവർ വഴിയിൽ കാണുന്നതൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ചരിത്രം ആരെങ്കിലും നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രം ആരെങ്കിലും നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടെങ്കിൽ ആ കൊഞ്ഞനം കുത്തൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന സംഘടന RSS മാത്രമായിരിക്കും. ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റി RSS ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ 1948 മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ജനുവരി മാസം 30 മഹാത്മാഗാന്ധിയെ RSSകാരുടെ നിർദ്ദേശപ്രകാരം നാഥുറാം വിനായക് ഗോഡ്സെ കൊലപ്പെടുത്തിയ ശേഷം ഫെബ്രുവരി മാസം 4 RSS നിരോധിക്കപ്പെടുന്നുണ്ട്. RSSന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഹെഡ് ഗവാർ ഉൾപ്പെടെ ജയിലിലെ ഗോൾവാർക്ക് ഉൾപ്പെടെ ജയിലിനകത്തേക്ക് അടയ്ക്കപ്പെടുന്നുണ്ട്. ആ അടയ്ക്കപ്പെടുന്ന നേതാക്കന്മാർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെ, അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്, ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും അയച്ച കത്തുകളും ആ കത്തുകൾക്ക് അവർ കൊടുത്ത മറുപടിയും ചരിത്രരേഖയുടെ ഭാഗമാണ്. ആ കത്തുകളിലെല്ലാം അവർ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ആശയം RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്ന് തന്നെയാണ്. ആ നിലപാടിൽ നിന്ന് ഒരു ഘട്ടത്തിലും സർദാർ വല്ലഭായ് പട്ടേലോ അന്നത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ എങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ ഇവരുടെ ചരിത്രത്തിന്റെ ഭാഗമാവും? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1948 നവംബർ മാസം 10 ജവഹർലാൽ നെഹ്റു RSSന്റെ അന്നത്തെ നേതാവിന് തിരിച്ചൊരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകം RSSന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താഴെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് RSSന്റെ പ്രവർത്തനം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധവും ഇന്ത്യയുടെ ദേശീയതയ്ക്ക് തന്നെ വിരുദ്ധവുമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു RSSന്റെ മേധാവിക്ക് അയക്കുന്ന കത്ത്. അങ്ങനെ ആന്റി നാഷണലായ, ആന്റി കോൺസ്റ്റിറ്റ്യൂഷനായ, ആന്റി പീപ്പിൾ ആയ ഒരു ആശയമാണ് RSSന്റെ ആശയം. ഇത് ചരിത്രത്തിന്റെ വസ്തുതയാണ്. ശ്രീനാരായണ ഗുരു എല്ലാ മതഭേദങ്ങൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ആ മനുഷ്യനെ തീർത്തും ഈ വിവേകാനന്ദന്റെ ചരിത്രം RSSകാരോട് സംവാദത്തിന് ഞങ്ങൾ SFIക്കാർ തയ്യാറാണ്. ചിക്കാഗോയിൽ വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം ആവർത്തിച്ച് RSSകാരൻ ഒന്ന് മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കാൻ വിവരവും വിദ്യാഭ്യാസവും ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുന്നതല്ല. എന്റെ അമേരിക്കയിലെ സഹോദരന്മാരെ ആരംഭിക്കുന്ന വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൽ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ നാടിന്റെ സംസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരി RSSകാരന് വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം.
എന്റെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്ന സംസ്കാരമാണ് എന്റെ നാടിന്റെ സംസ്കാരം ഒന്നാണ്. അതാണ് RSSന്റെ സംസ്കാരം. വിവേകാനന്ദന്റെ പദം ഈ കേരളത്തിനെ ദ്രവീപിക്കാൻ അവിടെ ഇവിടെയും പ്രത്യടിച്ച് വെക്കാറുണ്ട്. RSSകാരന് പലയിടത്തും അവിടെയും ഇവിടെയും എല്ലാം ഉപയോഗിക്കേണ്ടിടത്തും ഉപയോഗിക്കേണ്ടിടത്തും എല്ലാം വിവേകാനന്ദ സ്വാമിയോട് ഉപയോഗിക്കും. ഞാൻ ചോദിക്കട്ടെ, എല്ലാ മതങ്ങളെയും അംഗീകരിക്കാവുന്നതാണ് എന്റെ നാടിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമിയുടെ ആശയത്തോട് RSSന് യോജിപ്പാണോ? ആ യോജിപ്പായിരുന്നെങ്കിൽ ഛത്തീസ്ഗഡിൽ വേണ്ടി കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ആ യോജിപ്പായിരുന്നെങ്കിൽ എത്രയോ വർഗീയ കലാപങ്ങളിൽ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട മനുഷ്യർ മരിച്ചു വേണ്ടി വരില്ലായിരുന്നല്ലോ. പശുവിന്റെ പേരിൽ കലാപങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നടത്തില്ലായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസവും ഒഡീഷയിൽ ബജ്രംഗയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട മതവിഭാഗത്തിലെ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടില്ലായിരുന്നല്ലോ. എത്രയോ ദളിതന്മാർ ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നു, അങ്ങനെ ആക്രമിക്കപ്പെടുമായിരുന്നു. ഇതൊന്നുമല്ല അവരുടെ ആശയം. അവരുടെ ആശയം ചാതുർവർണ്ണയമാണ്. ചാതുർവർണ്ണത്തെ തീരാവിനും ചണ്ടാലിനും ശിവപ്രസാദ്, ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ ഈ കൊടി പിടിച്ച ഭാരതാംബ എന്നുള്ള ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു വിഷയം വിഭജന ഭീതി ദിനം എന്നൊക്കെ പറഞ്ഞ് ഈ RSSന്റെ ആ ഒരു ചിന്തകളെ ഈ സമൂഹത്തിൽ വളരെ ആക്റ്റീവായി നിർത്താനുള്ള ഒരു അജണ്ട, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കൊടി പിടിച്ച ആ ഒരു ചിത്രമുണ്ടല്ലോ RSSന്റെ, കേരളത്തിൽ അത് ഒട്ടുമേ ഫെമിലിയർ അല്ലാത്ത ഒരു ചിത്രമായിരുന്നു. വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ആ ഒരു ചിത്രം ഒട്ടും നമ്മൾക്ക് പരിചിതമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വല്ല RSS ശാഖയിലെങ്ങാനും അതുണ്ടാവുമായിരിക്കാം. പക്ഷേ അതിനെ അടക്കം കേരളത്തിലെ ജനങ്ങളിലേക്ക് മാധ്യമങ്ങളിലൂടെ അത് പരമാവധി എത്തിക്കുക എന്നുള്ള, അതായത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ ഒരു പ്രതിബിംബങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു വളരെ ആസൂത്രിതമായ ഒരു ശ്രമം കൂടി അവർ നടത്തുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് വർഗീയത എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. വർഗീയതയുടെ തന്ത്രങ്ങൾ, വർഗീയത സൃഷ്ടിക്കപ്പെട്ട ആശയങ്ങൾ, ആ ആശയം പ്രചരിപ്പിക്കുന്നവർ എല്ലാ കാലത്തും വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ഉപാധി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രചാരവേല ആകെ അവർ ഈ കേരളത്തിനകത്ത് നടത്താൻ ശ്രമിക്കുന്നതും ഓരോരോ ചിഹ്നങ്ങൾ, ഓരോരോ ആശയങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ, അപവാദ പ്രചരണങ്ങൾ, അബദ്ധ പ്രചരണങ്ങൾ, ചരിത്ര വസ്തുതകളോട് നിഷേധ സ്വഭാവത്തിലുള്ള ചില ചരിത്രത്തെ വക്രീകരിച്ചുള്ള അവതരണങ്ങളെല്ലാം കേരളത്തിനകത്തുണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾ മുതൽ നല്ല പാണ്ഡിത്യമുള്ള പ്രായമായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വരെ, സാധാരണപ്പെട്ട തൊഴിലാളി മുതൽ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന മതനിരപേക്ഷവാദിയായ മനുഷ്യർ വരെ, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരും തന്റെ വിഭാഗമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നിന്റെയും വ്യത്യാസമില്ലാതെ മതനിരപേക്ഷത എന്ന ഒറ്റ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇതിനോടെല്ലാം അതിനിശ്ചിതമായി വിമർശനപരമായി പ്രതിഷേധിക്കുന്ന കാഴ്ച കേരളത്തിൽ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. RSS ഒരു പ്രത്യേകതരം ചിഹ്നമെടുത്തി കേരളത്തിനകത്താകെ ഇറങ്ങിയപ്പോൾ കയ്യടിക്കുകയല്ല കേരളത്തിലെ മനുഷ്യർ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അവർ കയ്യടിക്കുകയല്ല ചെയ്തത്. ഇത് RSS ചിഹ്നമാണ്. നിങ്ങൾ ഈ പറയുന്ന ദേശീയതയുമായി ചിഹ്നത്തിന് ബന്ധമില്ല എന്ന് വിളിച്ചു പറഞ്ഞവരാണ് കേരളത്തിലെ മനുഷ്യർ. നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഓരോ ദിവസങ്ങൾ ആചരിക്കാൻ അവർ ഇറങ്ങുമ്പോഴും നിസാരമായി അവർക്ക് ആചരിക്കാൻ കഴിയുന്നുണ്ടോ? കാലിക്കറ്റ് സർവകലാശാല VC ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കി, ആ ഉത്തരവിറക്കി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അക്കാദമിക് കൗൺസിലിൽ SFI സഖാക്കൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെയും അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകരുടെയും നിശ്ചയമായി വിമർശിക്കുന്നു. ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് പിൻവലിക്കേണ്ടി വന്നു? രാജ്യത്താകെ RSSന് തീരുമാനിക്കപ്പെട്ട ഒരു പരിപാടി കേരളത്തിൽ എന്തുകൊണ്ട് പിൻവലിക്കേണ്ടി വരുന്നു? കേരളത്തിൽ നിന്നും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അവിടെയും ഇവിടെയും ABPക്കാരെ കുട്ടികളാക്കി വിട്ട് അവിടെയും ഇവിടെയും വിദ്യാർത്ഥികൾ ഇല്ലാത്ത സമയത്ത് പരിപാടി നടത്തി തടി തപ്പേണ്ട സ്ഥിതി എന്തുകൊണ്ട് RSSന് ABVPക്ക് കേരളത്തിൽ ഉണ്ടാവുന്നു? അതിന്റെ കാരണം കേരളത്തിലെ മതനിരപേക്ഷ ബോധമാണ്. ആ മതനിരപേക്ഷ ബോധത്തെ ശക്തിപ്പെടുത്തുകയാണ് ഈ വർത്തമാന കാലത്ത് നാം ചെയ്യേണ്ട ഏറ്റവും തീർച്ചയായും ശിവപ്രസാദ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് പ്രതികരിച്ചത്. കേരളത്തിൻ്റെ ക്യാമ്പസുകളെ മതേതരമായി നിലനിർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നത്തെ ക്യാമ്പസുകൾ അതാണ് തെളിവ്.
നാസർ കൊളായി തുടരുകയാണ്. നാസർ കൊളായി, നേരത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് സംസാരിച്ചത്. എത്ര ആർജവത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളെ മതേതരമായി നിലനിർത്തുക എന്ന ചുമതല SFI ഏറ്റെടുത്തിരിക്കുന്നു. ചരിത്രപരമായ സംവാദത്തിന് RSSO, BJPയോ ABVPയോ തയ്യാറുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു. വലിയ ഒരു പാഠം വിദ്യാർത്ഥികളിലേക്ക്, ചരിത്രത്തിൻ്റെ പാഠങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ SFI ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ശിവപ്രസാദ് പറയുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് KSUവും കോൺഗ്രസും ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനത്തെക്കുറിച്ചായിരുന്നു. പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഈ ഒരു ചിത്രം കൊടി പിടിച്ച RSSൻ്റെ കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചതുകൊണ്ട് എന്ത് പ്രത്യേക പ്രശ്നം, അതിൻ്റെ പേരിൽ എന്തിനാണ് വിഷയമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്. അവർക്ക് കുറ്റം പറയേണ്ടത് കേരളത്തിലെ സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ മാത്രമാണ്. RSSനെതിരായ ഒരു വിമർശനവും അവർ ഉയർത്തുന്നില്ല. കേരളത്തിലെ സമരങ്ങളിൽ അവരുടെ സാന്നിധ്യം കാണുന്നുമില്ല. നസർ, കറക്റ്റാണ്. എനിക്ക് ശിവപ്രസാദിന്റെ സംസാരം കേട്ടപ്പോൾ വലിയ പ്രതീക്ഷ തോന്നി. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കാരണം ഇവിടെ ക്യാമ്പസുകളിൽ പൊരുതി തോൽപ്പിക്കാൻ അവരുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, ഗുജറാത്തില് ഗാന്ധി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള രീതി വരികയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന്, സമര ചരിത്രത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു RSS. എന്നാൽ നെഹ്റുവിന്റെ പാരമ്പര്യവും ഗാന്ധി പാരമ്പര്യവും പറയുന്ന കോൺഗ്രസോ, ആ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUO ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നിമിഷം വരെ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിവേഴ്സിറ്റികളിൽ ഇവര് RSSന്റെ വർഗീയത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, വൈസ് ചാൻസലർമാർ മുഖാന്തരം ഗവർണർ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷവും CPM-ഉം SFIയും സമരം ചെയ്യുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഗവർണറുമായി പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു ചിത്രം വന്നതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന VD സതീശനെയാണ് ഈ കേരളം കാണുന്നത്. അത് തന്നെ വളരെ അപകടകരമായ ഒരു കാര്യമല്ലേ? ഒരുമിച്ച് പ്രതികരിക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയം ഇന്നലെ ചർച്ചയ്ക്ക് വന്നപ്പോ കോൺഗ്രസിന്റെ യൂണിയൻ നേതാവാണ് ഇപ്പോ VC ആയിട്ട് ഗവർണറുടെ ആളായിട്ട് VC ആയി നിൽക്കുന്നത്. അയാൾക്കെതിരെ സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ ഒരുമിച്ച് ബഹളം ഉയർത്തുമ്പോൾ അത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് ഇല്ല, അതിന്റെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗ് ഇല്ല. അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. CPM-നെ പരാജയപ്പെടുത്താൻ RSSുമായും ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാണ്. അത് ഇത്തരം നയങ്ങളിൽ പോലും അവരെടുക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് എവിടേക്കാ പോകുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം പഠിപ്പിക്കുന്ന RSSകാരുടെ കൂടെയാണ് ഇവർ നിൽക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇപ്പൊ ഇവര് പറയുന്നത് ആഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണ ദിനം. ഇവിടെ ശിവപ്രസാദ് പറഞ്ഞല്ലോ, ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോൾ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി അവിടെയായിരുന്നു. 47 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ ഗാന്ധി ഇല്ല, അരുതേ എന്ന് പറയാനായിരുന്നു ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക്, സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര വർഗീയ കലാപങ്ങൾ നടക്കുന്നു. ഇവര് പറഞ്ഞല്ലോ വിഭജന ഭീതി, ആ വിഭജന ഭീതി ഇല്ലാതാക്കാൻ അത് ഓർമ്മപ്പെടുത്തി. ഇനി അത്തരം ഒരു വിഭജനം ഉണ്ടാകാൻ പാടില്ല, അത്തരം ഒരു ചോരച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ RSS ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ വിഭജനത്തിന്റെ മൃഗീയമായ രംഗങ്ങൾ ആവർത്തിച്ചത്, കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയതാരാണ്? RSS അല്ലേ? വർത്തമാനകാല ഇന്ത്യയിൽ നമ്മൾ കാണില്ലേ, ഗുജറാത്തിൽ നടത്തിയത് RSS അല്ലേ? ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒഡീസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതര മതവിഭാഗങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് RSS അല്ലേ? എന്നിട്ട് ഇവിടെ ശിവപ്രസാദ് സൂചിപ്പിച്ചതുപോലെ അംബേദ്കറിനെ ഏറ്റെടുക്കാൻ നടക്കിയ ഇവര് ശ്രീനാരായണ ഗുരുവിനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എവിടെ എത്തി? മലയാളിയുടെ ചരിത്ര ബോധ്യത്തെയാണ് ഇവര് കളിയാക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച ഗുരുദേവനെ RSS അവരുടെ വക്താവാക്കുന്നു എന്ന് പറയുമ്പോ ഈ കേരളത്തില് കോൺഗ്രസിൽ CPM-ന്റെ ഇതുപോലെയുള്ള മതേതരത്വ നയത്തെ എതിർക്കുന്ന കോൺഗ്രസിന്റെ വക്താവാണ് K. മുരളീധരൻ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതി ഉണ്ടോ, മതമുണ്ടോ, മതമില്ലാത്തവനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് മുരളീധരൻ പറയുമ്പോ നമ്മൾ എതിർക്കുന്ന ഒരു കാര്യമുണ്ട്. K. കരുണാകരൻ മുടങ്ങാതെ പോയിരുന്ന ക്ഷേത്ര നഗരം കേരളത്തിൽ ഏതാണ്? ഗുരുവായൂർ. ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇന്ത്യയിലെ താണജാതിക്കാരനായ കേരളത്തിലെ താണജാതിക്കാരന് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി നടത്തിയ വലിയ സമരത്തിന് നയിച്ചിട്ടുള്ളത്, വലിയ സമരത്തിന്റെ ക്യാപ്റ്റൻ സഖാവ് AKG ആയിരുന്നു.
ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് കൃഷ്ണപിള്ള ഗുരുവായൂരമ്പലത്തിന്റെ മണിയടിച്ചത്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ താണജാതിക്കാർ എന്ന് ഉയർന്ന ജാതിക്കാര് വിളിച്ചാക്ഷേപിച്ച ഹിന്ദുക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദു മതവിശ്വാസികളോട് നീതി പുലർത്തുന്നുണ്ടോ RSS? എന്നിട്ടാണ് അവരിപ്പോ ശ്രീനാരായണ ഗുരുവിനെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ അവരുടെ വക്താവാക്കി കൊണ്ടുവരുന്നത്. നിങ്ങൾ പറഞ്ഞതാണ് വളരെ കൃത്യം. ഈ പുതിയ തലമുറയാണ് ഇവരുടെ ലക്ഷ്യം. കാരണം നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഒക്കെ അവരെ ഞങ്ങളുടെ ആളാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ വേടനെതിരെയുള്ള കടന്നാക്രമണം BJP നടത്തി. വേടൻ എന്ന വ്യക്തിയെ കുറിച്ചുള്ള ചർച്ചയിലേക്കല്ല ഞാൻ കിടക്കുന്നത്. വേടൻ ഉയർത്തിവിട്ട മുദ്രാവാക്യം എന്തേ RSSനെ ഭയപ്പെടുത്തുന്നത്? ഈ നാട്ടിൽ ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം വിഭജനമാണല്ലോ, 47 വിഭജനത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. ഇന്ത്യയിലെ ഹിന്ദുക്കളെ 4ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതിനേക്കാളും താന്നവര്, പറയര്, പുലയര് എന്ന് വേർതിരിച്ചവരല്ലേ ഇവര്. അപ്പൊ അത് വർത്തമാന കാലത്ത് കേരളത്തിലെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താതിരിക്കുക, അതിനാണ് ശ്രീനാരായണ ഗുരുവിനെ വിലക്കെടുക്കുന്നത്. കേരളത്തിന് പുറത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമില്ല. കാരണം കേരളത്തിന് പുറത്ത് നിങ്ങൾ നോക്കിക്കോ, ആഗസ്റ്റ് 15 29ാം സ്വാതന്ത്ര്യദിനം ആഘോഷമായിരിക്കില്ല ഇന്ത്യയിൽ നടക്കുക. ഇന്ത്യയിൽ ഇവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ആഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണ ദിനം തന്നെയായിരിക്കും നടക്കുക. അപ്പൊ കേരളത്തിന് പുറത്ത് ഇവർക്ക് എന്തും നടത്താം. അവരെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകർ ഇല്ലാതെ പോയ മണ്ണാണത്. ഉണ്ടായിരുന്നവരെ ഇവര് ചരിത്രത്തിൽ എവിടെയെങ്കിലും വെച്ചേക്കില്ല. എന്നാൽ കേരളത്തിൽ എന്തിനാ വെച്ചേക്കുന്നത്? ഈ പുതിയ തലമുറയെ, പുതിയ വിഭാഗത്തിനെ, ചരിത്രത്തെ വേറൊരു രൂപത്തിൽ അവരെ ബോധ്യപ്പെടുത്തുക. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങൾ പങ്കാളിത്തം ഉണ്ടായിരുന്നു. നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരു നടക്കുമ്പോൾ അതിന് ഞങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അംബേദ്കറൊക്കെ പോലെ ഇവരെ അവഹേളിച്ച ഒരു വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ അംബേദ്കർ ഞങ്ങളുടെ ആശയക്കാരനാണ് എന്ന് തീർച്ചയായും നാസർ കൊളായി, 100ൽ ഒരു 2 പേരെയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് RSSന്റെ എല്ലാ കാലത്തെയും അജണ്ട. കേരളം പോലൊരു സമൂഹത്തിൽ കിട്ടുന്ന തുള്ളിത്തുള്ളികളെ ചേർത്ത് വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഏത് കള്ളത്തരവും എത്ര ആവർത്തിയും അവർ പറയും, ഏത് വഴിക്കൂടെയും അവർ സഞ്ചരിക്കും. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ, ജനതയുടെ കർത്തവ്യമാണ്. SFI ഇന്ന് അത് വളരെ ഗംഭീരമായി തന്നെ നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ബീഹാർ വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരിച്ചടി. ആധാറും സ്വീകാര്യമായ രേഖയായി അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഒഴിവാക്കിയതിൻ്റെ കാരണം വെബ്സൈറ്റിൽ വ്യക്തമാക്കണമെന്നും സുപ്രീം കോടതി. സിബി ജോസഫ് ചേരുകയാണ്. സിബി, സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തിരിച്ചടിയാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഹർജിക്കാരുടെ വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദമായിരുന്നു. ഈ വാദത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുമ്പ് 7.89 കോടി വോട്ടർമാർ ബീഹാറിൽ ഉണ്ടായിരുന്നു. പിന്നീട് SIR ശേഷം അത് 7.24 വോട്ടർമാരായി കുറഞ്ഞു. അതായത് 65 ലക്ഷം വോട്ടർമാർ പുറത്തായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചു. ഈ 65 ലക്ഷം വോട്ടർമാരിൽ 22 ലക്ഷം പേർ മരണപ്പെട്ടു എന്നുള്ള കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. എന്നാൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടവരുടെ കണക്കുകൾ കൃത്യമായി ലഭിച്ചതെന്ന ചോദ്യത്തിന് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരുടെ എല്ലാ നിലയും വിവരങ്ങൾ അനുസരിച്ചാണെന്നുള്ള മറുപടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നൽകിയത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് കൃത്യമായി ഈ ഒരു ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റുകൾ, കൃത്യമായി വിവരങ്ങൾ അടക്കമെല്ലാ നിലയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ള ഇടക്കാല ഉത്തരവ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അത് ജില്ലാ തലത്തിലാണെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണം. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സോഷ്യൽ ഹാൻഡിലും ഇത് പ്രസിദ്ധീകരിക്കണം. ബൂത്ത് തലത്തിൽ പോലും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ഇത് ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി കൃത്യമായ ദൃശ്യ പത്രമാധ്യമങ്ങളുടെയും ദൂരദർശൻ പോലുള്ള മാധ്യമങ്ങളുടെയും ഈ വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് അറിയിക്കണമെന്നും അതിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ
അതിൽ കൃത്യമായി പരാതി നൽകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 3 ദിവസത്തിനകം ഇത് കൃത്യമായി ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇവരുടെ ഈ വോട്ടർ ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്ന രീതിയിൽ ഈ വെബ്സൈറ്റിൽ കൃത്യമായി ആർക്കും സെർച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ആധാർ കാർഡ് ഒരു അംഗീകൃത രേഖയായി പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി വാക്കാൽ കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും SIR റദ്ദാക്കുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോയില്ലെങ്കിലും ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. എങ്കിൽ പോലും ഇതിൽ ഹർജിക്കാർ ഉന്നയിച്ചതുപോലെ ഈ പട്ടിക വിവരങ്ങൾ, അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് ഒഴിവാക്കപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള അവകാശം ഈ പൗരന്മാർക്കുണ്ട് എന്നും സുപ്രീം കോടതി ഇന്ന് പറയുകയും ചെയ്തു. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഷമ്മി, ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. CB ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.